ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കൾ നിങ്ങളേവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന വിഷയത്തിൽ 26ാമത്തെ റിലേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ക്രൈസ്റ്റ് ആസ് ദി ഡിസയർ ഓഫ് ഓൾ നേഷൻസ്, അല്ലെങ്കിൽ സകല ജാതികളി മനോഹര വസ്തു എന്ന വിഷയത്തിൽ ആമേൻ. വിശ്വാസികൾക്ക് വളരെ ആത്മബലം നൽകുന്നതും വളരെ പ്രത്യാശ നൽകുന്നതുമായ ഒരു റിലേഷനാണ് ക്രൈസ്റ്റ് ആസ് ദി ഡിസയർ ഓഫ് ഓൾ നേഷൻസ്, അല്ലെങ്കിൽ സകല ജാതികളി മനോഹര വസ്തു എന്ന വിഷയം. എന്നാൽ ഇത് ഒരു സമൂഹമാണോ, ഒരു വ്യക്തിയാണോ, ഒരു വസ്തുവാണോ എന്നൊന്ന് പ്രവചന പുസ്തകങ്ങളിൽ കൂടെ തിരുവെഴുത്തുകളിൽ കൂടെ നമുക്കൊന്ന് ശോധന ചെയ്ത് നോക്കിയാൽ, ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ മാത്രമാണ് ഇതിൻ്റെ യഥാർത്ഥ വിവരം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. ബാബേൽ പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആലയം പണിയോടനുബന്ധിച്ചുകൊണ്ടാണ് യഹോവ ദൈവം ഈ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത്. നാം ഇത് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അല്പമായിട്ട് തിരുവെഴുത്തുകളിൽ കൂടെ നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം. അപ്പോൾ നമുക്കതിൻ്റെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും. ആദ്യമായിട്ട് ദാനിയേൽ പ്രവാചകന് ഇതിൻ്റെ ഏകദേശം ഒരു രൂപം അല്പമായിട്ട് ഒരു നിഴൽ പോലെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ദാനിയേൽ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നാം വായിക്കുകയാണെങ്കിൽ, അവിടെ നിന്ന് തുടങ്ങിയാണ് വായിക്കുകയാണെങ്കിൽ, സ്തോത്രം, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, അവർ ന്യായാസനങ്ങളെ വെച്ചു, വയോധികനായ ഒരുത്തനിരുന്നു. അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയും ആയിരുന്നു. ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു ഒഴുകി 1000 പേർ അവനെ ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവൻ്റെ മുമ്പാകെ നിന്നു. ന്യായവിസ്താര സഭ ഇരുന്നു. പുസ്തകങ്ങൾ തുറന്നു. കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദനിമിത്തം ഞാൻ അന്നേരം നോക്കി. അവൻ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു. ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു. എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടുനിന്നു. രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികൻ്റെ അടുക്കൽ ചെന്നു അവർ അവനെ അവൻ്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ദാനിയേൽ പ്രവചന പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം കൂടി നമുക്ക് ചേർന്ന് വായിക്കാം. പിന്നെ രാജ്യത്വവും ആധിപത്യം ആകാശത്തിന് കീഴെല്ലായിടമുള്ള രാജ്യങ്ങളുടെ മഹത്വം അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ച് അനുസരിക്കും. ദാനിയേൽ പ്രവചന പുസ്തകം തന്നെ 2-ാം അധ്യായത്തിൽ നെബൂഖദ്നേസറിന് ലഭിക്കുന്ന ഒരു വിഷനെ കുറിച്ചുകൊണ്ട് ദാനിയേൽ വിവരിച്ച് പറയുന്ന സമയത്ത് നാം അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻസ് മാത്രം കടന്നു വായിക്കാം. കാരണം കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഒന്ന് ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. 27-ാം വാക്യം തുടങ്ങി വായിക്കാം. 2-ാം അധ്യായത്തിന് ദാനിയേൽ രാജസ്ഥാനിൽ ഉത്തരം ബോധിപ്പിച്ചത് രാജാവ് ബോധിപ്പിച്ച ഗുപ്തകാര്യം വിദ്വാൻമാർക്കും ആഭിചാരന്മാർക്കും മന്ത്രവാദികൾക്കും ശകുനവാദികൾക്കും രാജാവിനെ അറിയിപ്പാൻ കഴിയുന്നതല്ല. എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ ഭാവി കാലത്ത് സംഭവിക്കാനിരിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നവും പള്ളിമത്തിൽ വെച്ച് തിരുമനസ്സിലുണ്ടായ ദർശനങ്ങളും ആവിത് രാജാവെ, ഇനിമേൽ സംഭവിക്കാനിരിക്കുന്നത് എന്തെന്നുള്ള വിചാരം പള്ളിമത്തിൽ വെച്ച് തിരുമനസ്സിലുണ്ടായി രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നവൻ സംഭവിക്കാനിരിക്കുന്നത് അറിയിച്ചുമിരിക്കുന്നു. എനിക്കോ ജീവനോടിരിക്കുന്ന യാതൊരുത്തിനേക്കാളും അധികമായ ജ്ഞാനം ഒന്നും ഉണ്ടായിട്ടല്ല. രാജാവിനോട് അർത്ഥം ബോധിപ്പിക്കേണ്ടതിന് തിരുമനസ്സിലെ വിചാരം തിരുമനസ്സുകൊണ്ട് അറിയതിനും അത്രേ ഈ രഹസ്യം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത്. രാജാവ് കണ്ട ദർശനമോ വലിയൊരു ബിംബം, വലിപ്പമേറിയതും വിശേഷ ശോഭയുള്ളതുമായ ആ ബിംബം തിരുമുമ്പിൽ നിന്നു. അതിൻ്റെ രൂപം ഭയങ്കരമായിരുന്നു. ബിംബത്തിൻ്റെ തല തങ്കം കൊണ്ടും നെഞ്ച് കൈയും വെള്ളി കൊണ്ടും വയറുമരയും താമ്രം കൊണ്ടും തുട ഇരുമ്പ് കൊണ്ടും കാൽപാതി ഇരുമ്പ് കൊണ്ടും പാതി കളിമണ്ണ് കൊണ്ടുമായിരുന്നു. തിരുമനസ്സിനെ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നിട്ട് ബിംബത്തെ ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള കാലിൽ അടിച്ചു തകർത്ത് കളഞ്ഞു.
ഇരുമ്പും കളിമണ്ണും താമ്രവും വെള്ളിയും പൊന്നും ഒരുപോലെ തകർന്നു. വേനൽക്കാലത്ത് കളത്തിലെ പതിർ പോലെ ആയിത്തീർന്നു. ഒരിടത്തും തങ്ങാതെ വണ്ണം കാറ്റ് അവയെ പറപ്പിച്ചു കൊണ്ടുപോയി. ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു. ഭൂമിയിലൊക്കെയും നിറഞ്ഞു. ഇതത്ര സ്വപ്നം അർത്ഥവും അടിയങ്ങൾ തിരുമനസ്സിനെ അറിയിക്കാം. രാജാവെ, തിരുമനസ്സുകൊണ്ട് രാജാതിരാജാവാകുന്നു സ്വർഗസ്ഥനായ ദൈവം തിരുമനസ്സിലേക്ക് രാജ്യത്വവും ഐശ്വര്യവും ശക്തിയും മഹത്വവും നൽകിയിരിക്കുന്നു. മനുഷ്യർ പാർക്കുന്നിടത്തൊക്കെയും അവരെയും കാട്ടിലെ മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും അവൻ തൃക്കൈ തന്നു. എല്ലാറ്റിനും തിരുമനസ്സിലെ അധിപതി ആക്കിയിരിക്കുന്നു. അത് പൊന്നുകൊണ്ടുള്ള തല തിരുമനസ്സുകൊണ്ട് തന്നെ. തിരുമനസ്സിന് ശേഷം തിരുമേനിയേക്കാൾ താണതായ മറ്റൊരു രാജ്യത്വവും സർവ്വഭൂമിയിലും വാഴുവാനൊലിക്കുന്നതുമായ താമ്രം കൊണ്ട് മൂന്നാമതൊരു രാജ്യത്വം ഉത്ഭവിക്കും. നാലാമത്തെ രാജ്യത്വം ഇരുമ്പ് പോലെ വെള്ളമുള്ളതായിരിക്കും. ഇരുമ്പ് സകലത്തെയും തകർത്ത് കീഴടക്കുന്നുവല്ലോ. തകർക്കുന്ന ഇരുമ്പ് പോലെ അത് അവയെ ഒക്കെയും ഇടിച്ച് തകർത്ത് കളയും. കാലും വിരലും പാതി കളിമണ്ണും പാതി ഇരുമ്പും കൊണ്ടുള്ളതായി കണ്ടതിൻ്റെ താല്പര്യമോ അത് ഒരു ഭിന്ന രാജ്യത്വമായിരിക്കും. എങ്കിലും ഇരുമ്പും കളിമണ്ണും കലർന്നതായി കണ്ടതുപോലെ അതിൽ ഇരുമ്പിനുള്ള ബലം കുറെ ഉണ്ടായിരിക്കും. കാൽവിരൽ പാതി ഇരുമ്പും പാതി കളിമണ്ണും കൊണ്ടായിരിക്കുന്നത് പോലെ രാജ്യത്വം ഒട്ടും ബലമുള്ളതും ഒട്ടും ഉടഞ്ഞു പോകുന്നതുമായിരിക്കും. ഇരുമ്പും കളിമണ്ണും ഇടകലർന്നതായി കണ്ടതിൻ്റെ താല്പര്യമോ അവർ മനുഷ്യബീജത്തെ തമ്മിൽ ഇടകലരുമെങ്കിലും ഇരുമ്പും കളിമണ്ണും തമ്മിൽ ചേരാതിരിക്കുന്നത് പോലെ അവർ തമ്മിൽ ചേരുകയില്ല. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്ത് സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ ഒരു പൊരുളാണ് 7-ാം അധ്യായത്തിൽ ആമേൻ വാസ്തവത്തിൽ നടക്കുന്ന കാര്യം. അതായത് കർത്താവ് യേശു ക്രിസ്തു രാജ്യത്വം പ്രാപിക്കുന്ന ഒരു കാര്യമാണ്. ആമേൻ തൻ്റെ വിശുദ്ധന്മാരോട് കൂടെ ചേർന്ന് രാജ്യത്വം പ്രാപിക്കുന്ന ഒരു കാര്യമാണ് 7-ാം അധ്യായത്തിൽ നാം വിവരിച്ചു കണ്ടത്. ഇതിൻ്റെ എല്ലാം ഇൻ്റർപ്രിട്ടേഷൻസ് അനേക കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകം യോഹന്നാനുണ്ടായ വെളിപ്പാട് എന്നൊരു പുസ്തകത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം പലർക്കും ലഭിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ അതിൻ്റെ PDF കോപ്പിക്ക് ആവശ്യമുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷന് താഴെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ആവശ്യമുള്ളവർക്ക് അത് എടുത്ത് വായിക്കാവുന്നതാണ്, ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതാണ്. അല്ല ഫിസിക്കലായിട്ട് വായിക്കാൻ ബുക്ക് താല്പര്യമുള്ളവർ അഡ്രസ്സ് അയച്ചു തരികയാണെങ്കിൽ ഫ്രീ ആയിട്ട് ബുക്കും അതുപോലെ തന്നെ കൊറിയർ സർവീസും എല്ലാം തന്നെ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. ഈ സത്യങ്ങൾ വളരെ വിലയേറിയതായതുകൊണ്ട് ദൈവജനം അറിയട്ടെ എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടന്നു വരാം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക അവർ ന്യായാസനങ്ങളെ വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സിംഗുലർ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ ഇംഗ്ലീഷിൽ വായിക്കാൻ ബിഹോൾഡ് ടിൽ ദ ത്രോൺസ് വെയർ കാസ്റ്റ് ഡൗൺ. ഒന്നല്ല, ഒന്നിൽ അധികം ന്യായാസനങ്ങൾ. വയോധികനായ ഒരുത്തനിരുന്ന പിതാവ് ദൈവത്തെ കാണിക്കുന്നു. തുടർന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ആമേൻ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായി ഒരുത്തൻ ആകാശമേഘങ്ങളോട് വരുന്നത് ഞാൻ കണ്ടു. അവന് വയോധികൻ്റെ അടുക്കൽ ചെന്നു. അവനെ അവൻ്റെ മുമ്പിൽ അടുത്ത് വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്തതും നിത്യാധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. എന്നാൽ 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പിന്നെ രാജ്യത്വം ആധിപത്യവും ആകാശത്തെയും കീഴെല്ലാടുമുള്ള രാജ്യങ്ങളുടെ മഹത്വം അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും. അവൻ്റെ രാജ്യത്വം നിത്യരാജ്യത്വമാകുന്നു. സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും. അപ്പോൾ ഇത് നെബൂഖദ്നേസറിന് കൊടുത്തതായിട്ട് വിഷയം നമ്മളതിനെ വളരെ കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ബാബേൽ സാമ്രാജ്യം, അതിനുശേഷം മേദ്യോ പെർഷ്യ സാമ്രാജ്യം, അതിനുശേഷം ഗ്രീസ് സാമ്രാജ്യം, അതിനുശേഷം റോമൻ സാമ്രാജ്യമായിരിക്കുന്ന സമയത്താണ് ദൈവസഭ വരുന്നത്. ബാബേൽ സാമ്രാജ്യത്തെ മേദ്യോ പെർഷ്യൻ സാമ്രാജ്യം ഇൻവൈഡ് ചെയ്തു. മേദ്യോ പെർഷ്യൻ സാമ്രാജ്യത്തെ ഗ്രീക്ക് സാമ്രാജ്യം ഇൻവൈഡ് ചെയ്തു. ഗ്രീക്ക് സാമ്രാജ്യത്തെ റോമൻ ഇൻവൈഡ് ചെയ്തു. എന്നാൽ റോമൻ സാമ്രാജ്യത്തെ ആരും ഇൻവൈഡ് ചെയ്തിട്ടില്ല, ആരും തോൽപ്പിച്ചിട്ടില്ല. പക്ഷേ തന്നെത്താൻ താണു പോകുകയായിരുന്നു. പക്ഷേ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ദൈവസഭയായിരുന്നു നമുക്കറിയാം. അതാണ് ഭൂലോകത്തെ കീഴ്മേൽ മറയ്ക്കുക എന്ന് പറയുന്നത്. എന്നാൽ ഇതേ റോമൻ സഭയാണ് ഇനി റിവൈഡ്
റിവൈവ്ഡ് റോമൻസ് ആയിട്ട് വരുന്നത്. അത് ഈ പുസ്തകങ്ങളെല്ലാം തന്നെ യോഹന്നാന്റെ വെളിപ്പാട് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ലോകത്തെ മുഴുവനും ഭരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള കാര്യമാണ് ഈ വിഷയങ്ങളിൽ കടന്നു വരുന്നത്. അപ്പോൾ ഇതിനെ കുറച്ചും കൂടി റിവീൽ ചെയ്തിട്ട് അപ്പസ്തോലനായ യോഹന്നാന് അപ്പസ്തോലനായ പൗലോസിന് 6-ാം അധ്യായത്തിൽ റോമാലേഖനം 1 കൊരിന്ത്യൻസ് 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ വളരെ കുറച്ചും കൂടിയും വിശുദ്ധമാക്കി കൊടുത്തു. വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? അപ്പോൾ ദൈവസഭ, കൊരിന്ത്യ ലേഖനം എഴുതുന്നത് സാധാരണ ക്രിസ്ത്യാനികൾക്ക്, ജനറൽ ക്രിസ്ത്യാനികൾക്കല്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഏവർക്കും അറിയാം എന്നാണ് എൻ്റെ ധാരണയെങ്കിലും 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിക്കാം. ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായി വിളിക്കപ്പെട്ട പൗലോസും സഹോദരനായ സോസ്ഥനേസും കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് വേദപുസ്തകം കയ്യിലെടുത്ത് ഓരോരുത്തരും ഞങ്ങൾ ദൈവസഭയാണെന്ന് പറയുന്നുവെങ്കിൽ 2-ാം വാക്യം കൂടെ ചേർത്ത് വായിക്കണം. ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. ഇതുണ്ടെങ്കിൽ ശരിയാണ്. ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും. വിശുദ്ധീകരണം നടക്കുന്നത് എങ്ങനെയാണെന്ന് ദൈവവചനത്തിന് ആഴത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും തന്നെ അവനവനെ കുറിച്ച് തന്നെ അറിയാൻ സാധിക്കും. ഇവിടെയും എവിടെയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന അതിനെല്ലാവരും തയ്യാറാണ്. പക്ഷേ 2-ാം വാക്യത്തിൻ്റെ ആദ്യത്തെ കണ്ടീഷൻ ക്രിസ്തുവേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരാണോ? അവരാണെങ്കിൽ ദൈവസഭയാണ്. ഓക്കെ, എൻ്റെ വിഷയം അതല്ല. അപ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ കുറച്ചും കൂടി അത് വെളിപ്പെടുത്തി കൊടുത്ത് വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്നറിയുന്നില്ലയോ? അപ്പോൾ ബാബേൽ സാമ്രാജ്യം തുടങ്ങി നാം ഭരണങ്ങൾ നോക്കുമ്പോൾ മേദോ പെർഷ്യ, ഗ്രീസ്, റോമന് ശേഷം ഡെമോക്രസി വന്നു. അതിൽ മുമ്പിട്ട് ഡിക്റ്റേറ്റർഷിപ്പുകൾ വന്നു. വലിയ വലിയ വീരന്മാരായിട്ടുള്ള ഡിക്റ്റേറ്റർമാർ ലോകത്തെ ഭരിച്ചു. മുസോളിനി, അതുപോലെ തന്നെ ഹിറ്റ്ലർ, ലെനിൻ. അതിനുശേഷം കുറേ ഇസങ്ങൾ വന്നു. സോഷ്യലിസം, മാർക്സിസം, അങ്ങനെ കുറേ ഇസങ്ങൾ വന്നു. ഇതൊന്നും തന്നെ നിലനിന്നില്ല. കാരണം എന്തുകൊണ്ടാണ് നിലനിൽക്കാത്തത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വിവരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. കുറച്ചും കൂടി വെളിപ്പെടുത്തി കഴിഞ്ഞപ്പോൾ യോഹന്നാന് ഇത് സ്പെസിഫിക്കായിട്ട് വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നാം ഒരു 9-ാം വാക്യം 9-10 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ഒന്ന് തുടങ്ങി തന്നെ വായിക്കാവുന്ന ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നതിൻ്റെ വലങ്കിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്ര ഇട്ടിരിക്കുന്ന ഒരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനും നോക്കുവാനും സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക്കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. യോഹന്നാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട് കരയേണ്ട, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിൻ്റെ വേരുമായവൻ പുസ്തകവും അതിൻ്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗ്ഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന് മുമ്പാകെ നിന്നു. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാൻ നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ട് നിൻ്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് രാജ്യവും, അവിടെ എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ കിങ് ജെയ്സ് വേർഷനിലാണെങ്കിൽ ഇത് വായിക്കുന്നത് ആൻഡ് ഹാസ് മെയ്ഡ് അസ് അൺ ടു അവർ ഗാഡ് കിങ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ആൻഡ് പ്രീസ്റ്റ്, കിങ്സ് ആൻഡ് പ്രീസ്റ്റ് ആൻഡ് വി ഷാൽ റെയിൻ എന്നാണ് എഴുതിയിരിക്കുന്നത്. അവർ ഭൂമിയിൽ വാഴുന്നതിന് പകരം വി ഷാൽ റെയിൻ ഓൺ ദ എർത്ത്. ഇത് മലയാളത്തിൽ തിരുത്തേണ്ട ആവശ്യകതയുണ്ട്. ആമേൻ, വാഴുന്നു എന്നൊരു പുതിയ പാട്ടും പാടുന്നു. അപ്പോൾ ദാനിയേലിന് ഒരു അല്പമായിട്ടുള്ള നിഴൽ വെളിപ്പെടുത്തി, അപ്പസ്തോലനെ പൗലോസിന് കുറച്ചും കൂടി വെളിപ്പെടുത്തി, യോഹന്നാനായിട്ട് വരുമ്പോൾ വളരെ സ്പെസിഫിക്കായിട്ട് ഫൈനൽ
കൺക്ലൂഷൻ എന്ന വെള്ളം റിവീൽ ചെയ്തു കൊടുത്തു ആരാണ് ഇനി ഭരിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ 2-ാം വാക്യം തുടങ്ങി നാം വായിക്കുമ്പോൾ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളെന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ഒരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ ആർക്കും കഴിഞ്ഞില്ല. നെബൂഖദ്നേസറിൻ്റെ ഭരണം അതിനു മുമ്പേ തന്നെ നമ്മൾ ആരംഭത്തിലേ തുടങ്ങി നോക്കിയപ്പോൾ ആദാമായിരുന്നു ഈ ഭൂമിയിൽ കണ്ട സർവ്വ മനുഷ്യരിലും ഏറ്റവും ശ്രേഷ്ഠനായിരുന്ന ഒരു മനുഷ്യൻ. കാരണം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടു. അവൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുന്നതിന് മുമ്പേ സർവശക്തനായ ദൈവത്തിൻ്റെ അതേ സദ്ഗുണങ്ങൾ അവനുമുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് വായിക്കാൻ, അതിൻ്റെ ഒരു ചെറിയൊരു കാര്യം മാത്രം ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓർമ്മ വന്നതുകൊണ്ടൊന്ന് ആഗ്രഹിക്കുകയാണ്. പല പ്രാവശ്യം ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ 19-ാം വാക്യം, യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്തു പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. സർവശക്തനായ ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജീവശ്വാസം ഒരു മൺകൂടാരത്തിൽ കടന്നു വന്ന് അവൻ ജീവനുള്ള ദേഹിയായി തീർന്നപ്പോൾ അവന് ലഭിച്ചതായ ജ്ഞാനത്തെക്കുറിച്ചാണ് ഇവിടെ ഞാൻ അല്പമായിട്ടൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. യഹോവയായ ദൈവം ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ എല്ലാ പറവുകളെയും നിലത്തുനിന്ന് നിർമ്മിച്ചിട്ട് മനുഷ്യൻ അവയ്ക്ക് എന്തു പേരിടുമെന്ന് കാണുവാൻ അവൻ്റെ മുമ്പിൽ വരുത്തി. സകല ജീവജന്തുക്കൾക്കും മനുഷ്യനിട്ടത് അവയ്ക്ക് പേരായി. ഒരു കറക്ഷൻ്റെ ആവശ്യം വന്നില്ല. പക്ഷികൾ തന്നെ എത്രയോ വെറൈറ്റി പക്ഷികളുണ്ട്. മൃഗങ്ങളിൽ തന്നെ എത്രയോ വെറൈറ്റി. ഓരോ വെറൈറ്റിയിലും എത്രമാത്രം സബ് ഡിവിഷൻസ് ഉണ്ട്. നാം എടുക്കുകയാണെങ്കിൽ പുലിയെ എടുക്കുകയാണെങ്കിൽ തന്നെ പുള്ളിപ്പുലിയുണ്ട്, വരയും പുലിയുണ്ട്, അങ്ങനെ അനേകമുണ്ട്. പക്ഷികൾ തന്നെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വെറൈറ്റി ഇന്നും മനുഷ്യൻ കണ്ടുപിടിക്കാത്തതായിട്ടുള്ള, ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള സ്പീസീസ് അല്ലെങ്കിൽ വംശങ്ങൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും തന്നെ ആദാം എന്നൊരു മനുഷ്യൻ പേരിട്ടപ്പോൾ ദൈവത്തിന് അതിൻ്റെ മേൽ വേറെ ഒരു കറക്ഷൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം മനുഷ്യനിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ നിറവുണ്ടായിരുന്നു. അപ്പോൾ ഭൂമിയിൽ കണ്ട മനുഷ്യരിൽ ക്രിസ്തു ഒഴികെ സർവശക്തനും സർവജ്ഞാനിയുമായിരുന്ന ഒരു മനുഷ്യനായിരുന്നു ആദാം പാപം ചെയ്യുന്നതിന് മുമ്പ്. എന്നാൽ അതിനുശേഷം പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടതിന് ശേഷം ശക്തനായ ഒരു മനുഷ്യനായിരുന്നു നോഹയ്ക്ക് ശേഷം അബ്രഹാമിന് ശേഷം നാം നോക്കുകയാണെങ്കിൽ മോശ, അതിനുശേഷം ദാവീദ്, ശലോമോൻ്റെ ഭരണകാലത്ത് അവൻ ദൈവകൃപയിൽ തുടർന്നിടത്തോളം വളരെ ജ്ഞാനിയായിരുന്ന ഒരു മനുഷ്യനായിരുന്നു അവൻ. അതിനെല്ലാം കടന്നു മുന്നോട്ട് വരുന്ന സമയത്ത് ജാതികളിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങളിലേക്ക് നോക്കുമ്പോൾ മിസ്രൈം സാമ്രാജ്യം, ഇസ്രായേൽ മക്കൾ ഈജിപ്റ്റായിരിക്കുന്ന സമയത്ത് ഫറോ വളരെ ശക്തനായിരുന്നു. അതിനുശേഷം അവിടെ നിന്ന് അവർ റിലീസ് ചെയ്തു. പ്രവാസത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് അശ്രിയ ബാബേൽ ഭരിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന സാമ്രാജ്യമായിരുന്നു അസ്രിയനെ ഇൻവൈഡ് ചെയ്തുകൊണ്ടാണ് ബാബേൽ സാമ്രാജ്യം വന്നത്. ബാബേലിനെ ഇൻവൈഡ് ചെയ്തിട്ടാണ് മേദോ പേർഷ്യ വന്നത്. മേദോ പേർഷ്യനെ ഇൻവൈഡ് ചെയ്തിട്ടാണ് ഗ്രീസ് വന്നത്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് അലക്സാണ്ടർ ദ ഗ്രേറ്റിന് ശേഷം 4 ജനറൽമാരുണ്ടായിരുന്നു. അതിനുശേഷമാണ് റോമൻ സാമ്രാജ്യം വരുന്നത്. ഇവരെല്ലാം തന്നെ ഭരിച്ചിട്ടും ദൈവം അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതിനുശേഷം ഡിക്റ്റേറ്റർഷിപ്പ്, വളരെ ശക്തന്മാരായ ഡിക്റ്റേറ്റേഴ്സുമാർ, മുസോളിനി, ലെനിന്, അതുപോലെ തന്നെ ഹിറ്റ്ലർ, ഇതുപോലെ വലിയ ശക്തന്മാരായ ഡിക്റ്റേറ്റർമാർ വന്നു. അതിനുശേഷം വളരെ ഇസങ്ങൾ വന്നു. സോഷ്യലിസം, നാസിസം, അതുപോലെ തന്നെ കാറൽ മാർക്സിസം, ഇത് അനേകം ഇതിനകത്ത് പേരെടുത്ത് പറയാൻ പറ്റുന്നത് വളരെയധികമുണ്ട് വന്നു. പക്ഷെ ആർക്കും സ്ഥിരമായിട്ട് ഭരിക്കാവുന്ന വിധത്തിൽ ഒരു ഭരണം കിട്ടിയില്ല. ഇപ്പോൾ ജനാധിപത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിലെ ഏറ്റവും ഉന്നതമായ 2 പദവികളാണ് ഇൻ്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, അതുപോലെ മൂന്നാമത് ഇതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്നതായ യുണൈറ്റഡ് നേഷൻ എന്ന് പറയുന്നത്. ഡെമോക്രസിയുടെ ഞാൻ പറയാണ്. ഈ ദിവസങ്ങളിൽ ഇസ്രായേലും ഹമാസുമായിട്ടുള്ള യുദ്ധത്തിൽ
ഈ 3 സ്ഥാപനങ്ങളും എങ്ങനെ ഏത് ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്നു? സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ, നീതിമാനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇവർക്ക് ഭരിക്കുവാനുള്ള യോഗ്യത ഉണ്ടോ? പല ജാതികളും പല വംശക്കാരും പല പ്രതികൂലവാദികൾക്ക് പല വിധത്തിലേക്ക് വാദം നടത്തുമെങ്കിലും സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെയിലോ ഭൂമിക്ക് കീഴിലോ യാതൊരു സൃഷ്ടിയെപ്പോലും കാണാൻ സാധിച്ചില്ലെന്നാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിൽ ആർക്കും കഴിഞ്ഞില്ല. അപ്പോൾ ഈ പുസ്തകം എന്താണ്? ഈ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഹോൾ പ്രോപ്പർട്ടി, ഇനി വരുവാനുള്ള ന്യായവിധികളാണ്. ആ പുസ്തകം തുറത്തിന് ഓരോ ചുരുൾ തുറക്കുമ്പോഴും എന്താ സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് തുടർന്ന് 6-ാം അധ്യായത്തിലെ ഓരോ വാക്യങ്ങളിൽ കൂടെ നമുക്ക് വായിക്കാൻ അറിയാൻ സാധിക്കും. 6 തുടങ്ങി നമ്മൾ വായിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാം തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പുസ്തകത്തിൻ്റെ ലിങ്ക്, PDF ലിങ്ക് ഇവിടെ മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിലുണ്ട്. യോഹന്നാനുണ്ടായ വെളിപ്പാട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ റെവലേഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് ജോൺ എന്ന ബുക്ക്. ഫിസിക്കലായിട്ടുള്ള ബുക്കുണ്ട്, പ്രിൻ്റഡ് ബുക്കുണ്ട്, അതേസമയത്ത് PDF ഉണ്ട്. PDF വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അല്ല, ഫിസിക്കൽ ബുക്ക് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ അഡ്രസ്സ് അയച്ചു തരികയാണെങ്കിൽ ബുക്കും കൊറിയർ സർവീസും തന്നെ ഫ്രീ ആയിട്ട് അയച്ചു തരാവുന്നതാണ്. അപ്പോൾ പുസ്തകം വാങ്ങാനും അതിൻ്റെ മുദ്ര പൊടിപ്പാൻ യോഗ്യനായിട്ട് ആരുമില്ലെന്ന് വിളിച്ചു പറയുമ്പോൾ സ്തോത്രം, യോഹന്നാൻ കരയുന്നു. എന്തുകൊണ്ടാണ് യോഹന്നാൻ കരയുന്നത്? ഇതെല്ലാം വളരെ വിവരിച്ചിട്ടുണ്ട്. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായതുകൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. എന്തുകൊണ്ടാണ് ഏറ്റവും കരഞ്ഞതെന്ന് നാം വായിക്കുമ്പോൾ ഇത് കുറച്ചും കൂടി വ്യക്തമാകും. അപ്പോസ്തലനായ പൗലോസ് വളരെ ക്ലിയറായിട്ട് റോമർക്കെഴുതിയ ലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 19 തുടങ്ങിയുള്ള വാക്യങ്ങൾ വളരെ വിവരിച്ചിരിക്കുകയാണ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് സൺസ് ഓഫ് ഗാഡ്. ഫോർ ദ ഏർണസ്റ്റ് എക്സ്പെക്റ്റേഷൻ ഓഫ് ദി ക്രിയേച്ചർ വെയിറ്റഡ് ഫോർ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് സൺസ് ഓഫ് ഗാഡ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. കാരണം എന്താണ്? സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ. സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരങ്ങി ഏറ്റുനോവോടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. അപ്പോൾ സർവസൃഷ്ടിയും ആദാമിൻ്റെ കയ്യിലായിരുന്നു. ആകാശത്തിലെ പറവജാതി, സമുദ്രത്തിലെ മത്സ്യം, നിലത്തെഴുന്ന സകല ചരാചര്യങ്ങളെയും മനുഷ്യനായ ആദാമിൻ്റെ കയ്യിലായിരുന്നു ദൈവം ഏൽപ്പിച്ചിരുന്നത്. അന്ന് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു മൃഗങ്ങൾ തമ്മിൽ ജീവിച്ചിരുന്നതും മനുഷ്യൻ ആദം ഹവ്വയും തമ്മിൽ ജീവിച്ചിരുന്നതും. സ്തോത്രം, ആകാശത്തെ പറവകൾ തമ്മിൽ ജീവിച്ചിരുന്നതും. ആർക്കോട് ഒരു ശല്യമില്ലായിരുന്നു, എതിർപ്പില്ലായിരുന്നു, ഒരു യുദ്ധങ്ങളില്ലായിരുന്നു. എന്നാൽ പാപം മനുഷ്യനിൽ കടന്നു വന്നത് മുഖാന്തരം അവനെ ഏൽപ്പിച്ചിരുന്നതായ ക്രിയേഷൻസ് ഇന്ന് നമുക്കറിയാമല്ലോ, മനുഷ്യരുടെ ഇടയിലും മറ്റ് ഏതൊരു സൃഷ്ടിയുടെ ഇടയിലും ഒന്നിനെ കടിച്ചു കീറുന്ന സ്വഭാവത്തിലാണ് വന്നിരിക്കുന്നത്. എന്നാൽ ഇതിൽ നിന്നും ഒരു ടെമ്പററി 1000 വർഷത്തിൻ്റെ കാലഘട്ടത്തിൽ ഒരു റിലീസ് നടക്കുന്ന ഒരു വിഷയം യെശയ്യാപ്രവചനം 11-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം തുടങ്ങി നാം വായിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചറിയാൻ സാധിക്കും. 1000 ആണ്ട് വാഴ്ചയിൽ ഒരു അനുഗ്രഹമാണ് കാണാമാവുന്നത്. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. തൻ്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമി അടിക്കും, തൻ്റെ അധരങ്ങളെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും. നീതി അവൻ്റെ നെടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും. 1000 ആണ്ട് വാഴ്ചയുടെ കാര്യങ്ങൾ ക്രിസ്തു ഈ ഭൂമിയിൽ അവൻ്റെ വിശുദ്ധന്മാരായ അവൻ്റെ ശരീരമാവുന്ന സഭ, ചർച്ച് ഓഫ് ക്രൈസ്റ്റിനോട് കൂടെ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ജനത്തോടു കൂടെ വാഴുന്ന കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴാണ് നീതി അവൻ്റെ നടുക്കെട്ടും വിശ്വസ്തത അവൻ്റെ അരക്കച്ചയുമായിരിക്കും.
ചെന്നായി കുഞ്ഞാടിനോട് കൂടെ പാർക്കും, പുള്ളിപ്പുലി കോലാട്ടോടു കൂടി കിടക്കും, പശുകിടാവും ബാലസിംഹം തടിപ്പിച്ച മൃഗവും ഒരുമിച്ച് പാർക്കും, ചെറിയ കുട്ടി അവയെ നടത്തും, പശു കരടിയോടുകൂടെ മേയും, അവയുടെ കുട്ടികൾ ഒരുമിച്ച് കിടക്കും, സിംഹം കാള എന്ന പോലെ വൈക്കോൽ തിന്നും, മുല കുടിക്കുന്ന ശിശു സർപ്പത്തിൻ്റെ പോതിങ്കൽ കളിക്കും, മുലക്കുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈ ഇടും. സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണ്ണമായിരിക്കിയാൽ എൻ്റെ വിശുദ്ധ പർവ്വതത്തിൽ എങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല. ഇതുപോലെ ഒരു ഭരണമാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് നടക്കാൻ പോകുന്നതെങ്കിൽ അവനോടുകൂടെ വീണ്ടെടുക്കപ്പെട്ടവരായ നാം ദൈവസഭ, ഞാനിത് പറയുമ്പോൾ ദൈവസഭ എന്താണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ക്രിസ്ത്യാനി എന്ന് പേര് വിളിക്കുന്ന ഏവരുമല്ല. ഓരോ ലേഖനങ്ങളുടെയും 1-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളും ഏവരും വായിച്ചു നോക്കിയാൽ നല്ലതാണ്. ആർക്കാണ് ലേഖനങ്ങൾ എഴുതുന്നത്? മണവാളൻ മണവാട്ടിക്ക് എഴുതുന്നതാണ് ലേഖനങ്ങൾ. നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഒരു വിവാഹ നിശ്ചയം കഴിഞ്ഞാൽ ഒരു പക്ഷേ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന പയ്യനും പെൺകുട്ടിയുമായിട്ട് ചില കമ്മ്യൂണിക്കേഷൻ നടത്തും. ഇന്നാണെങ്കിൽ വാട്സപ്പ് ചില സോഷ്യൽ മേഡിയകൾ വേണ്ടത്രയുണ്ട്. മുൻകാലങ്ങളിലാണെങ്കിൽ കത്തുകൾ മുഖാന്തരം നടത്തും, അല്ലെങ്കിൽ ടെലിഫോൺ മുഖാന്തരം നടത്തും. ആ കത്തുകളൊന്നും തന്നെ വേറെ ആരും സാമാന്യ മര്യാദയുള്ള ആരും വായിക്കാറില്ല എന്നാണ് എൻ്റെ അറിവ്. നിയുക്ത വരൻ നിയുക്ത വധുവിന് എഴുതുന്ന കത്തുകൾ ആരും വായിക്കാറില്ല. അതുപോലെ തന്നെ നിയുക്ത മണവാളനായ ക്രിസ്തുവേശു താൻ കണ്ട് തിരഞ്ഞെടുത്ത് തനിക്ക് മണവാട്ടിയായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ജനത്തിന് എഴുതുന്നതാണ് ഈ ലേഖനങ്ങൾ. ഇതൊക്കെ എനിക്കുള്ളതെന്ന് പറഞ്ഞ് എടുത്ത് വായിക്കുകയും അവകാശപ്പെടുകയും പ്രസംഗിക്കുകയും ചെയ്താൽ അത് നാണക്കേടിൻ്റെ പരിപാടിയാണ്. നല്ല പച്ച മലയാളത്തിൽ ഞാൻ പറയുകയാണ്, നാണക്കേടാണ്. ഞാനൊരു ഉദാഹരണം പലപ്പോഴും പറയാറുണ്ട്. ഈ കാലങ്ങളിൽ വിവാഹ നിശ്ചയം വളരെ കേമമായിട്ടാണ് നടക്കുന്നത്. എല്ലാ ജാതികൾക്കുണ്ട് വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് ചില ദിവസം ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ചാണെങ്കിൽ 15 ദിവസം ഗസറ്റിലും ഒക്കെ പബ്ലിഷ് ചെയ്തിട്ട് വേണം പിന്നെ വിവാഹം നടക്കാൻ. എന്തായാലും അതൊരു വിഷയമല്ല. അപ്പോൾ വിവാഹ നിശ്ചയത്തിന് അനേക ആൾക്കാർ വരുമ്പോൾ അതിനകത്ത് വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന പയ്യനും പെൺകുട്ടിയും സ്റ്റേജിൽ വന്ന് ഇരിക്കുന്ന സമയത്ത് പല പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും. മറ്റു ജാതികളാണെങ്കിൽ പലരും നടക്കും. ഈവൻ രജിസ്റ്റേർഡ് ഓഫീസിലാണെങ്കിൽ തന്നെയും 2 സാക്ഷികളുണ്ടായിരിക്കും. അവിടെ ഒരു സ്റ്റേജിലാണ് നടക്കുന്നതെങ്കിൽ അവിടെയും വിവാഹം കഴിയാത്ത അനേക യുവതികൾ അവിടെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഈ വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന പയ്യനും പെൺകുട്ടിയും അവർ തമ്മിൽ കണ്ട് സംസാരിച്ച് ഹൃദയം കൈമാറി ഹൃദയം കൊണ്ട് ഒരുക്കപ്പെട്ടു ഞങ്ങളൊരു വിവാഹ നിശ്ചയത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് പരസ്യമാക്കുന്നതാണല്ലോ വിവാഹ നിശ്ചയമെന്ന് പറയുന്നത്. അപ്പോൾ അന്ന് വന്ന് കണ്ടിട്ടുള്ള മറ്റ് യുവതികൾ ഓഡിയൻസായിട്ട് വന്നിരിക്കുക, അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന യുവതികൾ ഇനി വിവാഹ നിശ്ചയം നല്ല ബ്യൂട്ടി പാർലറുകളിലൊക്കെ പോയി ഈ വധുവിനേക്കാളും അലങ്കാരികമായിട്ടുള്ള ബ്യൂട്ടീഷ്യൻ വർക്കുകളൊക്കെ നടത്തി വലിയൊരു സമൂഹത്തിൽ കൂടെ, ചിലപ്പോൾ ഈ പെൺകുട്ടി വളരെ പാവപ്പെട്ടൊരു പെൺകുട്ടിയായിരിക്കും, ബ്യൂട്ടി പാർലറിൽ പോകാനൊന്നും കഴിവൊന്നും ഉണ്ടാകില്ല, വലിയ ആഭരണങ്ങളൊന്നും ഉണ്ടാകില്ല, ചിലപ്പോൾ വളരെ നിസ്സാരമായ ആഭരണങ്ങളോ ചില സാധാരണ വസ്ത്രങ്ങളൊക്കെ ആയിട്ടായിരിക്കും വന്നിരിക്കുന്നത്. പക്ഷേ വരൻ തിരഞ്ഞെടുത്തിരിക്കുന്നതാണ്. എന്നാൽ മറ്റു യുവതികൾ നല്ല ബ്യൂട്ടി പാർലറുകളൊക്കെ പോയി വലിയ സമൂഹത്തോടു കൂടെ അവിടെ കടന്നു വന്ന് സ്റ്റേജിൽ കയറി വന്ന് മണവാട്ടിയാണെന്ന് ക്ലെയിം ചെയ്താൽ ഈ വരൻ എന്തായിരിക്കും പറയുന്നത്? ഞാൻ നിന്നെ കണ്ടിട്ട് പോലില്ല, നിന്നോട് സംസാരിച്ചിട്ടില്ല, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിട്ടുമില്ല എന്ന് പറഞ്ഞാൽ ലജ്ജയോടുകൂടെ വലിയ സമൂഹത്തിൻ്റെ മുമ്പിൽ ആ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വരും. ഇതാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മേഘപ്രത്യക്ഷത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് അനേകർ വലിയ സമൂഹങ്ങളായി, മെഗാ ചർച്ചുകളായി, മെഗാ കൺവെൻഷനുകളായി, ദേശീയ കൺവെൻഷനുകളായി പലതും തങ്ങളുടെ ശക്തിയും തങ്ങളുടെ ആൾസംഖ്യയും കാണിക്കുമ്പോൾ ഇവരാരും കാണാത്ത ചെറിയൊരു കൂട്ടത്തെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും മണവാട്ടിയായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനാവശ്യമായ ഉപദേശങ്ങളൊക്കെയാണ് തരുന്നത്.
അതാണ് ദാനിയേൽ പ്രവാചകൻ അല്പമായിട്ട് വെളിപ്പെട്ടത്. അത് തന്നെയാണ് അപ്പസ്തോലൻ പൗലോസിന് അല്പമായിട്ട് വെളിപ്പെട്ടത്. അത് തന്നെയാണ് യോഹന്നാന് ഫുള്ളായിട്ട് റിവീൽ ചെയ്ത് കൊടുത്തത്. ആരാണ്? സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശങ്ങളിലും ജാതികളിൽ നിന്ന് നിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പോൾ സർവ്വത്തിൻ്റെയും അവകാശം ആ പുസ്തക ചുരുൾ വാങ്ങുന്ന സമയത്ത് അവനോട് കൂടെ വാങ്ങിയിരിക്കുന്ന, അവനോട് കൂടെ വീണ്ടെടുക്കപ്പെട്ടതായ ദൈവജനമാണ് ഈ സകല ജാതികളുടെയും മനോഹര വസ്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു വിഷയം കിടക്കുന്നത്, നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 19 തുടങ്ങിയുള്ള വാക്യം വായിക്കാം. 8-ാം അധ്യായം 19-ാം വാക്യം തുടങ്ങി, സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഇവിടെ ദൈവപുത്രന്മാരെന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഞാനൊന്ന് വിവരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവപുത്രന്മാരെന്ന വാക്ക് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായത്തിൽ ദൈവപുത്രന്മാരെന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ പുത്രൻ എന്ന വാക്കിന് ഹ്യൂയോസ് എന്നൊരു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. HUIOS എന്ന് പറഞ്ഞാൽ സൺ ഓഫ് ഗാഡ്. സൺ ഓഫ് ഗോഡ്, ദൈവപുത്രന് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഗ്രീക്ക് പദമാണ് ഹ്യൂയോസ്, HUIOS. എന്നാൽ ദൈവകുടുംബത്തിൽ ജസ്റ്റ് ജനിച്ച ഒരു പൈതലിനെ, ദൈവ പൈതലിനെ വിളിക്കുന്ന പേരാണ് ടെക്ന എന്ന് പറയുന്നത്. അപ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം തുടങ്ങി നാം വായിക്കുകയാണെങ്കിൽ, സ്തോത്രം, ചില കാര്യങ്ങൾ വിവരിക്കാനുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 14 തുടങ്ങിയ വാക്യങ്ങൾ വായിക്കുന്നത്, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇവിടെ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺസ് ഓഫ് ഗോഡ് എന്നാണ്. ദൈവ ആത്മാവ് നടത്തുന്ന ഏവരും, ഞാൻ ഇംഗ്ലീഷിൽ വായിക്കുന്നു, for as many as are led by the Spirit of God, they are the sons of God. ഇവിടെയും ഹ്യൂയോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവിനെയത്തെ പ്രാപിച്ചത്. നാം ദൈവത്തിൻ്റെ മക്കൾ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ശ്രദ്ധിക്കണം. ദ സ്പിരിറ്റ് ഇറ്റ്സെൽഫ് ബെയറത്ത് വിറ്റ്നസ് വിത്ത് അവർ സ്പിരിറ്റ് ദാറ്റ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ് എന്നാണ്. ഇവിടെ ദൈവത്തിൻ്റെ മക്കളെന്ന് മലയാളത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത് ചിൽഡ്രൻ ഓഫ് ഗോഡ്, അല്ലെ ഗ്രീക്കിലാണെങ്കിൽ ടെക്ന ഓഫ് ഗോഡ് എന്ന് വേണം പറയാൻ. അതായത് ജസ്റ്റ് ജനിച്ച ഒരു ദൈവ പൈതൽ ടെക്ന ഒരു ഹ്യൂസിയോസ് ആവണമെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ ചിൽഡ്രൻ ഓഫ് ഗോഡ്, സൺസ് ഓഫ് ഗോഡ് എന്ന ഒരു പദവിയിലേക്ക് വരുന്നതിനെയാണ് സൃഷ്ടി പൂർണ്ണമായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ടെക്ന ഓഫ് ഗോഡ്, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് ആത്മാവ് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടാവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. ഇതെല്ലാം വളരെ സന്തോഷകരമാണ്. ക്രിസ്തുവിനോടുകൂടെ കൂട്ടാവകാശികളാണ് പറയുന്നതൊക്കെ നല്ല കാര്യമാണ്. പക്ഷെ അടുത്ത് പറയാണ്, നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. എന്നിട്ട് പറയുകയാണ്, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അടുത്ത വാക്യത്തിലാണ് കൺക്ലൂഡ് ചെയ്യുന്നത്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് മാനിഫെസ്റ്റേഷൻ ഓഫ് ദ സൺസ് ഓഫ് ഗോഡ്, ഹ്യൂയോസ് ഓഫ് ഗോഡ് എന്നാണ്. അപ്പോൾ ഒരു ദൈവ പൈതൽ, ദൈവ കുടുംബത്തിൽ ജനിച്ച ഒരു ചൈൽഡ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ചിൽഡ്രൻ ഓഫ് ഗോഡിന് സൺസ് ഓഫ് ഗോഡ് എന്ന ഒരു പദവി എന്ന് പറഞ്ഞാൽ മച്ചുവേർഡ് സൺസ്, പക്വത പ്രാപിച്ച പുത്രന്മാർ വെളിപ്പെട്ട് കിട്ടുവോളം ഈ സർവ്വ സൃഷ്ടിയും ആകാംക്ഷയോടെ കാത്തിരിക്കുക. ഇത് നോക്കിയിട്ടാണ് യോഹന്നാൻ കരയുന്നത്. യോഹന്നാൻ്റെ ഹൃദയത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ സൃഷ്ടിയുടെ ഞെരുക്കം വെളിപ്പെടുന്നുണ്ട്. ഇത് തന്നെയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. സൃഷ്ടി ദ്രവത്വത്തിൻ്റെ ദാസ്യത്തിന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാവുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു.
മനഃപൂർവ്വമായിട്ടല്ല, അതിനെ കീഴ്പ്പെടുത്തിയവൻ്റെ കൽപ്പന നിമിത്തമത്രേ. സർവ്വസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞെരുങ്ങി ഏറ്റുനോവടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നല്ലോ. ആത്മാവെന്ന് ആദിദാനം ലഭിച്ചിരിക്കുന്ന നാമും ലഭിച്ചിരിക്കുന്നവർക്ക് നമ്മുടെ ദ്രവത്വ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിഞ്ഞിറങ്ങുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ആമേൻ, സർവസൃഷ്ടിയും ആദാമിന് കൊടുത്തിരുന്നപ്പോൾ സൃഷ്ടി വളരെ സ്വാതന്ത്ര്യമായിരുന്നു. ഒരു മൃഗത്തിനോട് ശല്യമില്ല, ഒരു പക്ഷിക്ക് ഒരു ശത്രു ശല്യമില്ല, ഒരു മനുഷ്യനോട് ശല്യമില്ല. ഇന്ന് ആമേൻ അവിടെ തുടങ്ങി, ആദാമിൻ്റെ വീഴ്ചയുടെ സമയം തുടങ്ങി. ആമേൻ, 2 മക്കൾ, കായീൻ ഹാബേലിനെ കൊല്ലുന്നു. കായീൻ്റെ അടുത്ത് ദൈവം വന്ന് ചോദിക്കുമ്പോൾ, നിൻ്റെ അനുജനായ ഹാബേൽ എവിടെ നിന്ന് ചോദിക്കുമ്പോൾ, ഞാനെന്താ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനാണോ ആണ് ചോദിക്കുന്നത്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ അല്ലെങ്കിൽ അവൻ്റെ പാപത്തിൻ്റെ സ്വഭാവം മുന്നോട്ട് വന്ന്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് തന്നെ, നിങ്ങൾക്കറിയാമല്ലോ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യം തുടങ്ങി വായിക്കുകയാണെങ്കിൽ, അവനെ കൊല്ലുവാനുള്ള പ്ലാൻ ചെയ്യുന്ന കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ തന്നെ കൊല്ലുവാൻ നോക്കുകയാണ്. മനുഷ്യൻ ഇത്രമാത്രം. അപ്പോൾ ഈ സർവ്വസൃഷ്ടിയും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആരാ? നിന്നെയും എൻ്റെയും പുത്രത്വം പ്രാപിക്കുക എന്നുള്ളത്. ഈ പുത്രത്വം പ്രാപിക്കുക, അതായത് പക്വത വന്ന പുത്രന്മാർ, ദൈവകുടുംബത്തിൽ ജനിച്ച് അവനോടുകൂടെ കഷ്ടം സഹിച്ച്. അതാണ് വളരെ വ്യക്തമായിട്ട് 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആമേൻ, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. അപ്പോൾ അവനോടുകൂടെ തേജസ്കരിക്കപ്പെടണമെങ്കിൽ ഇന്ന് ഈ ശരീരത്തിലിരിക്കുമ്പോൾ അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. ഇങ്ങനെ വരുന്ന കൂട്ടരെയാണ് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ഞാനൊരു വാക്യം എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനെ അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗ്ഗത്തിൽ നിന്ന് ദൈവസ്ഥാനത്തിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതാണ് ഞാൻ കേട്ടത്. ഇതാ, മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖം, മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. 1-ാമത്തേത് കഴിഞ്ഞു പോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളിച്ചെന്നു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്നും അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളിച്ചത് സംഭവിച്ചു തീർന്നു. ഞാൻ ആൽഫയും ഒമേഗയും ആദ്യവും അന്ത്യവുമാകുന്നു. ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായിരിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ഇവിടെ അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചൈൽഡ് എന്ന വാക്കല്ല, ഹി ഷാൽ ബി മൈ സൺ. പക്വത വന്ന മച്ചുവേർഡായിരിക്കുന്ന പുത്രൻ. ഈ പുത്രത്വം എന്നിലും നിങ്ങളിലും വെളിപ്പെടുവാനാണ് ഈ സർവ്വ സൃഷ്ടിയും തന്നെ ഞെരുങ്ങി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ട്, രാത്രികാലങ്ങളിൽ പക്ഷികൾ കൂട്ടിനകത്ത് തൻ്റെ മുട്ടയുണ്ടായിരിക്കും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളിരിക്കുന്ന സമയത്ത് വല്ല പാമ്പോ മറ്റു വലിയ പക്ഷികളോ വന്ന് പിടിച്ചുകൊണ്ടും അവർക്ക് എന്തെങ്കിലും സംരക്ഷണമുള്ളൂ, ഞെരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ബലഹീനരായ ബലമുള്ള മനുഷ്യർ തന്നെ ഇന്ന് ഭരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പോക്കറ്റടി, കൊലപാതകം, നിസ്സാരമായൊരു കാര്യത്തിന് പോലും ഒരു മനുഷ്യനെ കൊല്ലുന്നത് നിസ്സാരമായിട്ടാണ് കണക്കിടുന്നത്. ഒരു മതത്തെ സ്ഥാപിക്കാൻ കോടിക്കണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ കൊന്നുകളയുന്നത് നിസ്സാരമായിട്ട് തോന്നുകയാണ്. ഇതാണ് ഞെരുങ്ങുന്നത്. ഈ അനുഭവമുള്ള യോഹന്നാനാണ് പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായിട്ട് ആരെയും കാണുന്നില്ലെന്ന് പറയുന്നത് കരയാണ് ചെയ്യുന്നത്. ഈ ഒരു കരച്ചിൽ ദൈവ കുടുംബത്തിൽ ജനിച്ച ഓരോവൻ്റെയും അകത്തുണ്ടായിരിക്കണം. ഇതിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? നമ്മുടെ പുത്രത്വം വെളിപ്പെടണം. ദൈവസഭയുടെ പുത്രത്വം വെളിപ്പെടണം. ഈ ഒരു പുത്രത്വം ലഭിക്കാൻ തക്കവണ്ണം അല്ലെങ്കിൽ വെളിപ്പെടുവാൻ തക്കവണ്ണം ആവശ്യമായ സകല കാര്യങ്ങളും സർവശക്തനായ ദൈവം ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. ഫ്രീ ആയിട്ട്. 2 പത്രോസ്
1-3 ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. ഇറ്റ് ഈസ് ഫ്രീ. നിങ്ങൾക്ക് ആത്മീകമായി ഭൗതികമായി നിങ്ങളുടെ ലക്ഷ്യം ദൈവകുടുംബത്തിൽ ജനിച്ച് പുത്രത്വം പ്രാപിക്കുവാനാണോ എങ്കിൽ നിങ്ങൾക്ക് ആത്മീകമായതും ഭൗതികമായതും സകല പ്രവൃത്തി നിങ്ങൾ ചോദിക്കുകയും പോലും വേണ്ട, നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന് സ്വർഗത്തിലും ഭൂമി സകല അധികാരമുള്ളവനായി വാഴുന്ന ക്രിസ്തുവേശു നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് സ്നേഹത്തോടെ ഞാൻ പറയുകയാണ്, ഈ സർവചരാചരങ്ങളും ഇന്ന് ഈറ്റുനോടെ ഞെരങ്ങിയിരിക്കുന്നത് എന്നെയും ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെയും പുത്രത്വം പ്രാപിക്കുവാനാണ്. ഇതാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യം. ഇതിനകത്തുള്ള പ്രോഗ്രസ്സിനെയാണ് നാം ഹല്ലേലൂയ 3 യോഹന്നാൻ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, പ്രിയനെ, നിന്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായി സുഖമായി ഇരിക്കണം. ഇംഗ്ലീഷിലാണെങ്കിൽ, ബിലോവ്ഡ്, ഐ വിഷ് എബവ് ഓൾ തിങ്സ് ദാറ്റ് thou mayest prosper and be in health even as thy soul prospereth. ഈ പ്രോസ്പെരിറ്റി എന്ന് പറയുന്നത് ഈ ദൈവകുടുംബത്തിൽ ജനിച്ച് ചൈൽഡ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ടെക്ന ഓഫ് ഗോഡ് എന്ന അവസ്ഥയിൽ നിന്ന് സൺ ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഹ്യൂസ് ഓഫ് ഗോഡ് എന്ന് നിങ്ങൾ വളർന്നു വരുന്ന കാര്യത്തിന് ഉള്ള ആ ഉയർച്ച, ആ പ്രോഗ്രസ്സിനെ പറയുന്നതാണ് പ്രോസ്പെരിറ്റി. ഇത് നിങ്ങളുടെ ലക്ഷ്യമായിരിക്കുമ്പോൾ നിങ്ങളെ ഈ ലക്ഷ്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുവാനാണ് സൈത്താനാൽ അഭിഷക്തരായിരിക്കുന്ന ദുഷ്ടന്മാർ സൈത്താൻ്റെ ഉപദേശങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് സോഷ്യൽ വെൽഫെയർ സെൻ്ററാക്കി, യേശുവിനെ ഒരു സോഷ്യൽ വെൽഫെയർ സെൻ്ററാക്കി പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും അത്ഭുതങ്ങളും അടയാളം കാണിച്ച് ഈ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങൾ ഡീവിയേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ലക്ഷ്യം ഇതാണ്, ദൈവകുടുംബത്തിൽ ജനിച്ച് ഒരു ചൈൽഡ് ഓഫ് ഗോഡ് എന്ന അവസ്ഥയിൽ നിന്ന് ഒരു സൺ ഓഫ് ഗോഡ് എന്ന അവസ്ഥയിലേക്ക് പക്വത പ്രാപിച്ച, കാരണം അവനോടുകൂടെ അതേ സിംഹാസനത്തിൽ നിന്ന് ഭരിക്കുവാനുള്ള പക്വതയാണ് നിങ്ങൾക്ക് ആവശ്യം. ഹല്ലേലൂയ. ആ പക്വത പ്രാപിക്കാനാണ് നിങ്ങൾക്ക് കഷ്ടതയെടുത്ത് ഈ ചുവളിക്കൂടെ നിങ്ങൾ നടത്തുന്നത്. ആ സമയത്ത് നിങ്ങളിലുള്ള സെൽഫ് ഡിസയേഴ്സ്, നിങ്ങളുടെ ഹ്യൂമൻ നേച്ചറിനെ നിങ്ങൾക്ക് തന്നെ വെളിപ്പെടുത്തി തരികയും നിങ്ങൾ സ്വമേധയെ അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞ് അവിടെ ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യുവാനാണ് ഈ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന ഓരോ സബ്ജക്റ്റുകൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. പലർക്കും ഇത് ഗ്രഹിക്കുന്നില്ല, പലർക്കും അത് അത്ര ഇഷ്ടമായിട്ട് തോന്നുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇതിൻ്റെ പുറകിൽ കുറച്ച് വില കൊടുക്കണം. അതേ സമയത്ത് നിങ്ങളുടെ ശരീരത്തിലും പ്രാണനിലുള്ള മോഹങ്ങളെ കൊഴിപ്പിക്കുന്ന വിധത്തിൽ സൈത്താൻ അഭിഷക്തരായ ദുഷ്ടന്മാർ പല അത്ഭുതങ്ങളും അടയാളങ്ങളും സ്പിരിറ്റിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായിട്ടുള്ള മാനിഫെസ്റ്റേഷനുകളൊക്കെ കാണിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി ക്രിസ്തുവിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തുകയാണ്. അതിനു മുമ്പ് നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ നിങ്ങൾ തന്നെ അതിനെ ഉപേക്ഷിക്കണം. ഹല്ലേലൂയ. അപ്പോൾ ഈ സർവസൃഷ്ടിയും എന്ന് വേണ്ട ദ വോൾ യൂണിവേഴ്സ്, സ്വർഗം, സ്വർഗാദി സ്വർഗവും, ഈ ഭൂമിയും മാത്രമല്ല, ഈ വോൾ ഗാലക്സീസ്, നമ്മുടെ മിൽക്കി വേ എന്ന ഗാലക്സി മാത്രമല്ല, സർവവും നിങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം വെച്ചിരിക്കുന്നത്. അത്രമാത്രം വിലയുള്ളതാണ് വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലെന്ന നിങ്ങൾ. സ്വർഗീയ ദൂതന്മാർ നിങ്ങൾക്ക് കാവലിൽ തന്നിട്ടുണ്ട്. ജീവനും ഭക്തിക്കും വേണ്ടത് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു ലൈനിൽ, ഈ ഒരു പാതയിലാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഓഫറാണ്. നിങ്ങൾ ചലഞ്ച് ചെയ്ത് നോക്കിക്കോളൂ. ഞാനിത് വളരെ 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 അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. വ്യർത്ഥമായിട്ടല്ല ഞാനൊരു റിലേഷൻ റിലീസ് ചെയ്യുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തെ അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ റിലീസ് ചെയ്യുന്നത്. വല്ലഭിത്തേനെയും ഈ ഒരു സഭ വെളിപ്പെടുവോളം സൈത്താന് നല്ലവണ്ണം അതറിയാം, പുത്രത്വം വെളിപ്പെടരുത്. അതുകൊണ്ട് തന്നെ സഭയ്ക്കകത്ത് വലിയ വലിയ ഡീവിയേഷൻസ് കൊണ്ടുവന്ന്, കക്ഷിത്വങ്ങൾ കൊണ്ടുവന്ന്, സ്ഥാനമാനങ്ങൾ കൊണ്ടുവന്ന്, ഭൗതിക ആവശ്യങ്ങൾ കൊണ്ടുവന്ന് പല വിധത്തിലും ഡിഫൈലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ താഴ്മയോട് അപേക്ഷിക്കുകയും വാണിംഗ് ചെയ്യുന്നത്, നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ ആമേൻ, ലക്ഷ്യത്തിലേക്ക് തിരിച്ചു വരിക. പുത്രത്വമാണ് നിങ്ങളുടെ ലക്ഷ്യം.
ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ നിത്യമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ ഒരു കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. സർവ്വസൃഷ്ടിയും ഞങ്ങളുടെ കുറവുകൾ മൂലം, ഞങ്ങളുടെ കുറവ് മുഖാന്തരം കർത്താവ് ഏറ്റുന്നവരോട് ഞെരുങ്ങുകയാണ്. യോഹന്നാൻ അത് കണ്ട് കരഞ്ഞതുപോലെ കർത്താവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഒരു ഭാരം തരുന്നതിനായി സ്തോത്രം. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും ദൈവകുടുംബത്തിൽ ജനിക്കാത്തവരാണെങ്കിൽ ജനിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാ ദൈവം പ്രവർത്തിച്ചാട്ടെ. ജനിച്ചവർ തന്നെ പുത്രത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ക്രൂശെടുപ്പാൻ കൃപ കൊടുത്താട്ടെ. കഷ്ടം നിന്നോടുകൂടെ സഹിപ്പാൻ കൃപ കൊടുത്താട്ടെ. നിന്നെ കൂടാതെ സാധ്യമല്ല കർത്താവ്. ജീവനും ഭക്തിക്കും വേണ്ടുന്നൊക്കെ നീ ഫ്രീ ആയിട്ട് ഓഫർ ചെയ്തിരിക്കുന്നല്ലോ. അനുഭവിച്ചറിയാൻ കൃപ കൊടുത്താട്ടെ. നിൻ്റെ വരവിനായി ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും ഒരുക്കിയായിട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു.